ഇങ്ങനെ ഒന്ന് കാണാൻ കഴിയ. ഈ ഉമ്മാന്റെ ഒരു കാര്യം, ഇങ്ങനെ കണ്ണിൽ വെള്ളം നിറച്ച് എന്നെ നോക്കിയാ എനിക്കും സങ്കടം വരുമെന്ന്. വന്നേ. അസ്സലാമലൈക്കും. വാലൈക്കും അസ്സലാം. ഹംസക്ക കാലത്ത് തന്നെ ഇങ്ങ് പോന്നോ? എന്തായി മോനെ? ഞാൻ ഇന്നും എംബസിയിലേക്ക് പോകുന്നുണ്ട്. വേഗം ശരിയാവും. ആ സ്പോൺസർ അറബി ഓനെ ചതിച്ചതാ. ഓനെ ആരും പറ്റിക്കൂല. അതിപ്പോ എനിക്കും ഹംസക്കും അറിയാം, നിയമത്തിന് അറിയില്ലല്ലോ. 30 കൊല്ലം ഇവിടെ കിടന്ന് ഞാൻ നയിച്ചിട്ടും ഒരു നേർഗതി ഇല്ലാതെ വന്നപ്പോഴാ ഓനെ കൂടി വിസ അയച്ച് വരുത്തിയത്. എന്നിട്ടിപ്പോ ഇവിടെ ജയിലിലെ ഇരുട്ടറേ കിടക്കാനാണല്ലോ എന്റെ മോന്റെ വിധി. എംബസിയിൽ ചിലര് സഹായിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. റഷീദിന് പെട്ടെന്ന് റിലീസ് കിട്ടും. ഒരുപാട് ഓടി നടക്കണതല്ലേ, ചെലവുണ്ടാവും. എന്റെ കയ്യില് ഇതേ ഉള്ളൂ. ഇതിനൊക്കെ കാശ് മേടിച്ചിരുന്നെങ്കിൽ ഞാനിപ്പോ ഇവിടുത്തെ ഷെയ്ക്ക് ആയാനെ. കയ്യിൽ വെച്ചോളൂ. ഹംസക്കൊക്കെ കുടിക്കാൻ എന്തെങ്കിലും കൊടുക്ക്. വേണ്ട റസാക്കെ, വിശപ്പോ എന്താവും ഒന്നും ഇല്ലാണ്ടായിക്കണ്. സ്റ്റോക്കെല്ലാം തീരാറായി. കഴിഞ്ഞ തവണ ഇറക്കിയതിന്റെ പേയ്മെന്റ് കൊടുക്കാനുണ്ട്. കൊടുക്കാടോ. താൻ 100 റിയാലിന്റെ റീചാർജ് കൂപ്പൺ എടുക്ക്. കടയിലെ കാര്യം നോക്കാണ്ട് റസാക്ക് ഇങ്ങനെ നടന്നാൽ ശരിയാവില്ല കേട്ടോ. ബത്തേലെ കടയുടെ കാര്യം അറിയാലോ, അതുപോലെ ഇതും പൂട്ടിപ്പോണ്ടെന്ന് നോക്കിയോ. പിന്നെ ഞങ്ങളെ കുറ്റം പറയരുത്. നാട്ടുകാരുടെ കാര്യത്തിനായാലും ഇവിടുന്ന് കിട്ടിയാലേ ചെലവാക്കാനുണ്ടാവും. എല്ലാം ശരിയാവൂടോ. ഒറ്റ കൂപ്പണല്ല, 50 റിയാലിന്റെ 2 കൂപ്പൺ. എന്നിട്ടെന്തിനാ വൈകുന്നേരം ആവുമ്പോഴേക്കും 50ന്റെ 2 കൂപ്പണും നാട്ടുകാർക്ക് കൊണ്ട് വിളിച്ചു തീർക്കൂലേ? രണ്ടായാലും കണക്കാ. എങ്ങനുണ്ട്? എന്തൊക്കെയാ അജിത്ത് ഈ എഴുതി വെച്ചിരിക്കുന്നത്? ഞാൻ പറഞ്ഞ വാർത്തയാണോ ഇത്? ഇതൊരുമാതിരി ഡിറ്റക്റ്റീവ് നോവൽ വായിക്കുന്ന പോലെ ഉണ്ടല്ലോ. ഇത്തിരി പൊടിപ്പും തൊങ്ങൽ വെച്ച് പൊലിപ്പിച്ചില്ലെങ്കിലേ വാർത്ത വായിക്കാനൊന്നും ആളെ കിട്ടില്ല റസാഖെ. യഥാർത്ഥ ജീവിതത്തിന് വായനക്കാരില്ലടോ. മനസ്സിലായി. കഥയും നോവൽ എഴുതി തോറ്റുപോയവരാ ജേർണലിസ്റ്റ് ആവുന്നത് എന്ന് പറയുന്നത് സത്യ. എന്തിനാ അജിത്തെ നിങ്ങളുടെ സംശയവും ഭാവനയും വെച്ച് ഈ പാവങ്ങളുടെ ജീവിതം ഒട്ടിങ്ങനെ തട്ടിക്കളിക്കുന്നത്? സ്പോൺസറെ തല്ലിയതിന്റെ പേരിൽ അറസ്റ്റിലായ ചേർത്തലക്കാരൻ സുരേന്ദ്രനെ പറ്റി വന്ന വാർത്തയിലെ സ്പോൺസറുടെ ഭാര്യയുമായി സുരേന്ദ്രന് ബന്ധമുണ്ടായിരുന്നോ എന്ന സംശയമാണ് വഴക്കിലെത്തിയത് എന്ന് നിങ്ങൾ എഴുതിയില്ലേ? ഒടുവിൽ അത് എവിടം വരെ എത്തിയെന്നറിയാമോ? അതോ നിങ്ങൾക്കത് നിസ്സാരം. സുരേന്ദ്രൻ ശിക്ഷ കഴിഞ്ഞ് നാട്ടിലെത്തിയാലും ഭാര്യയുടെ കൂടെ ജീവിക്കാൻ കഴിയില്ല. ഭാര്യ പോയി. ദാറ്റ്സ് ഇൻട്രസ്റ്റിംഗ്. പക്ഷേ സുരേന്ദ്രൻ ജയിലിൽ നിന്ന് ഇറങ്ങുന്ന ദിവസം മാത്രമേ ആ സ്റ്റോറിക്ക് നിലനിൽപ്പുള്ളൂ. 10 മിനിറ്റിൽ കൂടുതൽ ഞാനിവിടെ ഇരുന്നാൽ താൻ എന്നെയും ഒരു കോളം വാർത്തയാക്കി മാറ്റും. അതിനു മുമ്പ് ഞാൻ ഇറങ്ങാം. നിക്ക്, ഒരു പുതിയ ന്യൂസ് ഉണ്ട്. കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചു. ബുറേദയിൽ ഒരു അറബിയുടെ വീട്ടിലെ ഗദ്ദാമയാ. അവിടുന്ന് കുറെ പണവും സ്വർണവും മോഷ്ടിച്ച് 2 ദിവസം മുമ്പ് ചാടിപ്പോയി എന്നാണ് വാർത്ത. വല്ല പരിചയമുണ്ടോ നോക്കി. അശ്വതി അറിയോ? ഇല്ല. വെണ്ണതോൽക്കുമുടലിൽ സുഗന്ധിയാ വെണ്ണ തേച്ച് നിൽക്കും ഒരു ടിപ്പിക്കൽ മലയാളി പെണ്ണ്. മോഷ്ടിച്ച് കടന്നു കളഞ്ഞാണെന്ന് കണ്ടാ പറയൂ. മരുഭൂമിയുടെ സ്വഭാവം മാറണതും മനുഷ്യന്മാരുടെ മനസ്സ് മാറണതും ആർക്കെങ്കിലും കണക്കൂട്ടി പറയാൻ പറ്റുമോ അജിത്തെ? അത് ശരിയാ. പേരും പാസ്പോർട്ടിലെ ഡീറ്റെയിൽസും മാത്രം വെച്ച് ഒരു സ്റ്റോറിക്കുള്ള സ്കോപ്പ് ഇല്ല. കുറച്ചുകൂടി ഇൻഫർമേഷൻ കളക്ട് ചെയ്യണം. താനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. എന്തായാലും താൻ സ്വന്തമായി കഥയുണ്ടാക്കി ഇതും ഡിറ്റക്റ്റീവ് നോവലാക്കണ്ട. കഥയേക്കാൾ വിചിത്രമായ ജീവിതം ഉണ്ടാവും നമ്മൾ അറിയാത്ത പല മനുഷ്യർക്കും. നമ്മള് ബുറൈദയില താമസം. റിയാദിൽ നിന്ന് 400 കിലോമീറ്റർ ഉണ്ട്. ചവിട്ടി വിട്ട 3-3.5 മണിക്കൂർ കഷ്ടി. പെങ്ങള് കാഴ്ചയൊക്കെ ശരിക്കും കണ്ടോ? അറബിയുടെ വില്ലേന്റെ അകത്ത് കയറിയാ പിന്നെ പുറം ലോകം കാണുന്നത് തിരിച്ച് എയർപോർട്ടിൽ പോകുമ്പോഴാവും.
പെങ്ങൾക്ക് വിശക്കുന്നുണ്ടാവുമല്ലേ? 1.5 ദിവസം എയർപോർട്ടിൽ ഇരുന്നതല്ലേ? സാരില്ല. ആ, വഴിയിൽ ليش قرقر كثير؟ اسكت. سوق يمين يا حمار. يمين. കിളവന് കണ്ണ് ശരിക്കും കാണില്ല, എന്നിട്ടാണ് ലെഫ്റ്റും റൈറ്റും. 10 കൊല്ലം മുമ്പ് ഞാൻ ഇവരുടെ വണ്ടി ഓടിക്കാൻ തുടങ്ങിയപ്പോ മുതലുള്ളതാ വടിവച്ചുള്ള ഈ കുത്തല്. വന്ന കാലത്ത് വഴി പഠിപ്പിക്കാനുള്ള കിളവന്റെ രീതിയായിരുന്നു ഇടതു തോളി കുത്തിയ ഇടത്തോട്ട്, വലതു തോളി കുത്തിയ വലത്തോട്ട്, തലയെ കുത്തിയാൽ നേരെ. ഇപ്പൊ എനിക്ക് വഴിയെല്ലാം അറിയാം, എന്നാൽ ഈ കിളവൻ കേറിയാ വെറുതെ കുത്തിക്കൊണ്ടേയിരിക്കും. سيدة سيدة. انا عارف بابا ما في ضرب. ليش انت تكلمها؟ അനസൂയ കലം അൻബാബായല. ഈ തന്തയുടെ പേര് ഖാലിദ് അഹമ്മദ് ബിൻ സയ്യിദ് മുഹമ്മദ്. ഇങ്ങേരുടെ മോനാ നമ്മുടെ സ്പോൺസർ നവാഫ് അഹമ്മദ് ബിൻ ഖാലിദ് മുഹമ്മദ്. പിന്നെ തന്തയുടെ ഭാര്യ, സ്പോൺസറുടെ ഭാര്യ, അവരുടെ മക്കൾ, എല്ലാവർക്കും പിന്നെ നല്ല തങ്കപ്പെട്ട സ്വഭാവ. അതൊക്കെ പെങ്ങൾക്ക് അവിടെ ചെല്ലുമ്പോ മനസ്സിലായിക്കോളും. بس يا حمار انت ما تعلمها، خلها بروحها تتعلم. ഞാനൊന്നും പറയണ്ട, ഇനി പെങ്ങളെല്ലാം താനേ പഠിച്ചോളൂന്ന്. بسرعة بسرعة يا حمار بسرعة. എനിക്കൊരാഗ്രഹം കൂടിയുണ്ട് പെങ്ങളെ. ഈ കള്ളക്കളവനെ വണ്ടി ഇടിച്ച് കൊന്നിട്ട് സൗദി ജയിലിൽ പോയി സുഖമായിട്ട് കിടക്കണം. ഇതാണ് വീട്. പെങ്ങളെ ഇറങ്ങി വാ. تعالي تعالي. ഇതാ നമ്മുടെ സ്പോൺസർ ബാബ ഹാദി ഗദ്ദാമ. جيب الجواز. جواز باسبورت باسبورت. പാസ്പോർട്ട് കൊടുക്കാൻ. روحي جوا. അകത്തോട്ട് പൊക്കോളാൻ. നേരെ ചെന്നിട്ട് ലെഫ്റ്റ്. ശരി. عسى ما تأخرت عليكم. لا ما هي مشكلة. ليش حيرانة؟ تعالي تعالي. سميرة هذه الخدامة الجديدة. ايش اسمك؟ قولي لي ايش اسمك؟ Your name. أشوتي. اسمها أشوتي. فاطمة فاطمة، عندنا خدامة لأعمال المطبخ، انت عليك باقي شغل البيت. أنت تربين الأولاد كمان. فاطمة هذه خدامة من البارية جديدة، أبغاش تعلمينها كل شغل البيت، فهمتي؟ دليها الغرفة وأعطيها عباية تلبسها. تعالي هذه غرفتي. ساري هذا هلو هلايكي. أنا شفته فيه فيلم هندي. غيري ساري مش مناسب هنا. جين ساري.
പുതിയ മുഖ പുതിയ മുഖ കൊള്ളാലോ. പെങ്ങളെ കാണാൻ ഇപ്പൊ നല്ല മൊഞ്ച്. പൊന്നാനി പോയി മാർക്കം കൂടിയ പോലുണ്ട്. അശ്വതി എന്തി ജമീല അസൈന സിബിക്കി. ഫാത്തിമ പറഞ്ഞത് വല്ലതും മനസ്സിലായോ? എനിക്ക് ആര് പറഞ്ഞതും മനസ്സിലാവണില്ല. സാരമല്ല, പതിയെ പഠിച്ചോളും. ഞാനും ആദ്യം ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. സ്പോൺസറുടെ ഭാര്യ വിളിക്കുന്നു. ഫസ്റ്റ് ഡേ അല്ലേ, സൂക്ഷിച്ച് ചെല്ല്. പുതിയ മുഖ പുതിയ മുഖ. أشتي أشتي أنت كنت فين؟ Come here. معلش حبيبتي معلش، لا تبكي ماما لا تبكي، معلش حبيبتي معلش. تعالي جوا. خلي عينيكي على بدر وخذيه غسليه، بعدين نظفي البلاط. Take him and wash, then clean the floor. Understand?